മിക്ക ആൾക്കാർക്കും ലാഡറിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി പേടിയായിരിക്കും. പേടിയുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഉള്ളിലുള്ളൊരു ഭയം. അപ്പോൾ ഇത് സ്ലിപ്പാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കയറും. അപ്പോൾ സ്ലിപ്പാവാതിരിക്കാൻ മാർഗ്ഗമുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഏതായാലും ഈ വീഡിയോയിലൂടെ കാണാം. ടെക്ഹാക്വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞത് ലാഡർ മേക്കിംഗ് ആണ്. ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ളത് തന്നെ എനാബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൊടുക്കാം. അപ്പോൾ ലാഡറിൻ്റെ റൂള് അഥവാ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 4 ഫീറ്റ് ഹൈറ്റിന് 1 ഫീറ്റാണ് നമ്മൾ ചരിച്ച് വെക്കേണ്ടത്. 4 ഫീറ്റ് ഹൈറ്റിലേക്കാണ് നമ്മൾ കയറുന്നുണ്ടെങ്കിൽ 1 ഫീറ്റ് നമ്മൾ ചരിച്ച് വെക്കണം. അപ്പോൾ ഈ 1 ഫീറ്റ് ചരിച്ച് വെക്കുക എന്ന് പറയുന്നത് നമുക്ക് ഓരോ പ്രാവശ്യവും ചെയ്യൽ ഇമ്പോസിബിളാണ്. നമുക്ക് ചെയ്യാൻ നിൽക്കില്ല, അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതിന് ഒരു ആംഗിൾ ഉണ്ട്. ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ 1 ഫീറ്റിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം 75 ഡിഗ്രി, അതുപോലെ തന്നെ ഇത് 15 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇങ്ങനെയാണ് വരിക നോർമലി ആംഗിൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കറക്റ്റ് ആകുന്ന വിധത്തിൽ അതിൻ്റെ അടിഭാഗം കിട്ടുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഒരു പൈപ്പ് ഇങ്ങനെ ഒരു സ്ക്വയർ പൈപ്പ് എടുത്തിട്ടാണ് നമ്മൾ ലാഡർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്ക്വയർ പൈപ്പിൻ്റെ അടിഭാഗം ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു ഈ ഒരു ഫീറ്റുള്ള പറഞ്ഞ അളവിലൊക്കെ ചരിച്ച് വെക്കുന്ന സമയത്ത് ഇത്രയും ഭാഗം കൊണ്ടിട്ടുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൊള്ളാതെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ആ ഒരു കൊള്ളാത്ത ഭാഗം വെക്കുമ്പോൾ നമുക്ക് അളവ് കറക്റ്റായി കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ആംഗിളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം വെക്കുന്ന സമയത്തും ഫ്ലോറിൽ കറക്റ്റ് കിട്ടും. അപ്പോൾ ഇത് അടിഭാഗം ടച്ച് ചെയ്ത് കിട്ടുന്ന ലെവലിൽ എവിടെയാണോ വരുന്നത് ആ ഒരു അളവായിരിക്കണം നമ്മളെ ഈ സ്ലിപ്പാവാതിരിക്കാനുള്ള ഏണിയുടെ അളവ്. അപ്പോൾ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ആർക്കായാലും ധൈര്യത്തിൽ ഈ ഏണിൻ്റെ മുകളിൽ കയറാൻ പറ്റും. ഈ ഏണി സ്ലിപ്പാവില്ല. ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു ടാങ്കിൻ്റെ മുകളിലേക്ക് കയറുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വീട്ടിൻ്റെ മുകളിലേക്ക് കയറുന്ന ഒരാളെ ഏണി സ്ലിപ്പാവാണ്ടിരിക്കേണ്ട മാർഗ്ഗമായി ഞാനീ പറയുന്നത്. അല്ലാതെ നമ്മളൊരു തെങ്ങിൻ്റെ മുകളിലേക്കാണെങ്കിൽ തെങ്ങ് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ചെരിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ആംഗിളൊന്നും സൂട്ടായി എന്ന് വരില്ല. ഇതെല്ലാം പറയുന്നത് ഈ 90 ഡിഗ്രി വരുന്ന ഒരു വാളിലേക്ക് അല്ലെങ്കിൽ ഒരു ചുമരിലേക്ക് അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ളൊരു ഭാഗത്തേക്ക് കയറുമ്പോൾ ഉള്ളതാണ്. ഒരു നോർമൽ വെൽഡർക്ക് അല്ലെങ്കിൽ ഒരു നോർമൽ സാധാരണ ഷോപ്പ് നടത്തുന്ന ലെയ്ത്തോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു വെൽഡർക്ക് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആംഗിൾ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അദ്ദേഹത്തിന് ചിലപ്പോൾ ബിവൽ പ്രൊട്രാക്ടറോ അല്ലെങ്കിൽ ആംഗിൾ സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളോ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അത്തരക്കാർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പീസ് നമുക്ക് ഏതെങ്കിലും ഒരു പരിചയക്കാരൻ്റെ കടയിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പീസ് മാത്രം മതി നമുക്ക് എല്ലാ ആംഗിളും സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. ഫ്ലോറിൽ വരുന്ന ആംഗിൾ ഇത് തന്നെയാണ്, അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പിൻ്റെ ആംഗിൾ ഇത് തന്നെയാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒന്ന് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഏതൊരു വെൽഡർക്കും ഈ ഒരു ആംഗിളും ഈ പറഞ്ഞ റൂളെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അധികം മുഖവില്ലാതെ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഇപ്പോൾ ലാഡർ സ്ലിപ്പാവാണ്ടിരിക്കേണ്ട അളവ് എന്ന് പറയുന്നത് 75 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ 90 ഡിഗ്രിയിൽ നിന്ന് ഈ 15 ഡിഗ്രി ഈ ഒരു അലൂമിനിയത്തിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ 15 ഡിഗ്രി കട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് നമുക്ക് ആ ആംഗിൾ 75 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ ഒരു അലൂമിനിയത്തിൻ്റെ പീസ് വെച്ചിട്ടാണ് നമ്മളെല്ലാ സ്റ്റെപ്പിൻ്റെതും അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം കട്ടിങ്ങും എല്ലാ കട്ടിങ്ങും എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ ഈ ആംഗിളാണ് നമ്മൾ ലാഡറിൻ്റെ ബോട്ടം കട്ട് ചെയ്യേണ്ടതും അതുപോലെ തന്നെ എല്ലാ സ്റ്റെപ്പിലും ചെയ്തു വരേണ്ട ആംഗിൾ. അപ്പോൾ ഈ ഒരു ആംഗിളിൽ നമ്മൾ ഡയറക്റ്റ് വെച്ച് വരയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ബിവൽ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ടൂള് അഥവാ ബിവൽ സ്ക്വയർ അല്ലെങ്കിൽ ബിവൽ ട്രൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ആംഗിൾ ഇതിലേക്ക് മാറ്റിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മുട്ടിച്ചതിന് ശേഷം ഗ്യാപ്പ് ഒഴിവാക്കുന്ന കറക്റ്റായിട്ട് മെഷ് ചെയ്ത് നീങ്ങുന്ന രീതിയിൽ ഒന്ന് ആംഗിൾ സെറ്റാക്കി എടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് ഉദ്ദേശിക്കുന്നത് 14 ഫീറ്റാണ്. ലാഡറിൻ്റെ ഹൈറ്റ് ടോട്ടൽ ഹൈറ്റ് ഉദ്ദേശിക്കുന്നത് 14 ഫീറ്റ്. അപ്പോൾ 14 ഫീറ്റിൻ്റെ ആവശ്യമായ ഒരു മാർക്ക് ഇട്ടതിന് ശേഷം ബിവൽ സ്ക്വയറിലെടുത്ത ആംഗിൾ നമ്മൾ ഇതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ് ഗ്രൈൻഡറിൽ 4-5 കട്ട് ഓഫിൽ ഉപയോഗിച്ചിട്ടാണ് മുറിക്കുന്നത്. വലിയ മെഷീനിൽ മുറിക്കുന്ന സമയത്ത് നമ്മൾ ഈ വിചാരിച്ച അത്ര കറക്റ്റിൽ മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം രണ്ടും ഒരുപോലെ വെച്ച് സീ ക്ലാമ്പ് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അളവ് മാറിപ്പോവാതെ രണ്ടിനും ഒരുപോലെ തന്നെ കിട്ടും. അതിനുശേഷം നമ്മൾ ഓരോ ഫീറ്റിലാണ് ഇങ്ങനെ സ്റ്റെപ്പ് ഹൈറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ഫീറ്റിലായിട്ട് 1, 2, 3 അങ്ങനെ നമ്മൾ 14 ഫീറ്റിന് 13 സ്റ്റെപ്പ് ഉണ്ടാവുക. ആ 13 സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള മാർക്കിങ്ങനെ ഇട്ടെടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ആ ഒരു ഭാഗത്തേക്കുള്ളത് മറ്റേ ഭാഗത്തും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ സ്ക്വയർ ഉപയോഗിച്ചിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് വരയുന്നത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് മായാതെ പെർമനൻ്റ് ആയിട്ട് അവിടെ നിന്നോളൂ. നമ്മൾ അടുത്തായിട്ട് അപ്പോൾ സ്റ്റെപ്പിൻ്റെ വീതി കട്ട് ചെയ്യാൻ വേണ്ടി പോയി. അതിന് വേണ്ടിയിട്ട് 1 ഫീറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം
നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഗേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു സ്റ്റോപ്പർ. അപ്പോൾ അതിൻ്റെ ബോൾട്ട് ഒന്ന് ലൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു അളവ് അതിലേക്ക് കൊണ്ടുവയ്ക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലേഡ് ഒന്ന് താഴ്ത്തി ആ ഒരു മാർക്കിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാർക്ക് കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ആ ഒരു കട്ട് ചെയ്യേണ്ട പോയിൻ്റ് എവിടെയാണ് അവിടെ വെച്ചതിന് ശേഷം നമ്മളെ മെഷീൻ ഉണ്ടാകുന്ന ലോക്ക് ഉണ്ടാവില്ലേ, ആ ലോക്ക് ഒന്ന് അവിടെ ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റോപ്പർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ പൈപ്പിലേക്ക് ടച്ച് ആക്കി വെച്ച് നേരത്തെ നമ്മൾ ലൂസ് ചെയ്ത് വെച്ച ആ 2 ബോൾട്ട് ഒരു മിനിമം ടൈറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ആംഗിൾ കൊടുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അകത്തേക്ക് നമുക്ക് മുറിച്ച പീസ് തെറിക്കാതിരിക്കാനാണ്. അപ്പോൾ മുറിക്കുന്ന സമയത്ത് സ്പെക്സിനാക്കട്ടെ നല്ലത് ഈ കാണുന്ന പോലത്തെ വൈസർ ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം പൊട്ടിത്തെറിച്ചിട്ട് മുഖത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഐ പ്രൊട്ടക്ഷന് പുറമെ മുഖത്തിനും കൂടി ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോയി. കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേ ആവശ്യമാണ്. അപ്പോൾ എന്നാലും നമുക്ക് സ്മൂത്തായിട്ട് തള്ളി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉന്തി കൊടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ പീസായിട്ട് ഏകദേശം 1.5, 2, 3 സെക്കൻഡിനുള്ളിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം അത് 20-25 സെക്കൻഡോ അതിൽ കൂടുതൽ 1 മിനിറ്റിൽ കൂടുതലൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത് ഏതായാലും ഫാസ്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഏതായാലും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ആവശ്യമായ 13 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് അടുത്തതായിട്ട് നമുക്ക് വേണ്ട ടൂൾ എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ സ്പാനറും അതുപോലെ തന്നെ ട്രൈ സ്ക്വയർ, പിന്നെ നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത 15 ഡിഗ്രിയുള്ള അലൂമിനിയത്തിൻ്റെ ഒരു പീസുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അടിഭാഗം 90 ഡിഗ്രി ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ 2 പൈപ്പ് ഏകദേശം ഒരു അകലം കണക്കാക്കിയിട്ട് ഈ ഗ്യാപ്പിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഏകദേശം ഒരു പൈപ്പിൻ്റെ ഈ 2 അടിഭാഗത്തത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ശേഷം ഒരു സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ച് ട്രൈ സ്ക്വയർ വെച്ചിട്ട് ഇത് മട്ടാന്നോ നോക്കണം. 90 ഡിഗ്രി കറക്റ്റ് കിട്ടുന്ന ആ ഒരു പൊസിഷൻ ഏതാണോ വരുന്നത് ആ ഒരു ഭാഗത്ത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തി കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ നോക്കി കറക്റ്റ് ആക്കിയിട്ട് അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ആ ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ 2 ഭാഗത്തായിട്ട് ഓരോ ടാക്ക് കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയ ടാക്ക് മാത്രം മതിയാവും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നീട് ആ ഒരു ആംഗിൾ കറക്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു 2 മാർക്ക് 1 ഫീറ്റിലേക്കുള്ള മാർക്ക് ഈ ഒരു ഭാഗത്ത് ആദ്യം ഒന്ന് സ്പോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭാഗത്ത് ഒരു ഫീറ്റിന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു മാർക്ക് ടച്ച് ചെയ്ത് വെച്ചിട്ട് അതുപോലെ തന്നെ ടാക്ക് ചെയ്ത് വെക്കും. ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി 90 ഡിഗ്രി ആണെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. പിന്നീട് നമുക്ക് എല്ലാ സ്റ്റെപ്പും വന്നു കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടാക്ക് മാത്രം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ശേഷം 1, 2, 3 അങ്ങനെ നോക്കി എല്ലാ സ്റ്റെപ്പിൻ്റെയും ഈ ഒരു ഭാഗത്ത് ടാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ആംഗിൾ നമ്മൾ ഓൾറെഡി ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ചെറിയൊരു ആംഗിൾ ചരിച്ച് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കാനുണ്ടാവും. എന്നാലും വലിയ തോതിൽ നമ്മളിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുന്നതാണെങ്കിൽ കൂടുതലായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ടാക്ക് അടിച്ച ആ ഒരു സ്പോട്ട് വരുന്ന ആ ഒരു ഭാഗം പൊട്ടാൻ ചാൻസ് ഉണ്ട് വെൽഡിങ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ചെരിവ് കൊടുക്കുന്നതാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. നമ്മൾ ഏകദേശം കണ്ടിട്ടുള്ള ഒരു ചെരിവ് വെച്ചിട്ട് അങ്ങനെ എല്ലാ സ്റ്റെപ്പും അടിച്ചിടുന്നുണ്ട്. അപ്പോൾ ചിലതിൻ്റെത് അകത്തി കൊടുക്കാനുണ്ടാവും, ചിലതിൻ്റെത് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാനുണ്ടാവുക. അപ്പോൾ അത് നോക്കിയിട്ട് ആ മാർക്ക് കറക്റ്റ് ആക്കിയിട്ട് എല്ലാ സ്റ്റെപ്പും ഓരോ ടാക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ അലൂമിനിയത്തിൻ്റെ പീസ് വെച്ചിട്ട് എല്ലാ സ്റ്റെപ്പും 15 ഡിഗ്രി കറക്റ്റാണോ എന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാണുന്ന 2 സ്റ്റെപ്പും തനിയെ തന്നെ 15 ഡിഗ്രി കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിന് നമ്മൾ വെക്കുന്ന സമയത്ത് കാണുന്നില്ലേ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ അഡ്ജസ്റ്റബിൾ സ്പാനർ ഉപയോഗിച്ച് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചിലതിന് കൂടുതൽ തിരിയാനുണ്ടാവും, ചിലതിന് ആവശ്യത്തിന് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കാൻ മാത്രമേ ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പും ആംഗിൾ 15 ഡിഗ്രി ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ എല്ലാ സ്റ്റെപ്പിൻ്റെതും അത് തന്നെയാണോ 15 ഡിഗ്രി തന്നെയാണോ എന്ന് ഒന്ന് തിരിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആക്കി വെക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് വെൽഡ് ചെയ്യാൻ വേണ്ടി പോയി. അതിനോടൊരു തിരിച്ചിട്ടതിന് ശേഷം ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ ടാക്ക് ചെയ്തിടുക. അപ്പോൾ ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പ് ടാക്ക് ചെയ്ത് ഉടനെ തന്നെ കംപ്ലീറ്റ് വെൽഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഏകദേശം ഒരു 3-4 സ്റ്റെപ്പ് വിട്ടതിന് ശേഷം അതിന് ഒന്ന് ടാക്ക് ചെയ്തിടുക. പിന്നീട് ഒരു 3-4 സ്റ്റെപ്പ് വിട്ടിട്ട് അവിടെ ഒന്ന് ടാക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു അകന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതാവുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നീട് എല്ലാ സ്റ്റെപ്പിൻ്റെ ഈ ഒരു ഭാഗം മാത്രം സ്ട്രോങ് ആയിട്ട് വെൽഡ് ചെയ്യുക. അതിനുശേഷം തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്തും അങ്ങനെ തന്നെ കംപ്ലീറ്റ് വെൽഡ് ചെയ്തിടുക. അപ്പോൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
സൈഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനും അതുപോലെ തന്നെ ആ ഒരു തുരുമ്പ് പിടിച്ച് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ കൈക്കോട്ടൊക്കെ വെൽഡ് ചെയ്ത് വരുന്ന ഭാഗത്ത് നിന്ന് വെൽഡ് ചെയ്ത ആ ഒരു ഭാഗത്ത് മാത്രം പൊട്ടുന്നുണ്ടില്ലേ, അതുപോലെ ഈ ഏണിക്കും അതേപോലെ പൊട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോർണർ മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. മുകളിലും താഴെയും ബ്ലോക്ക് ചെയ്തതിന് വേണ്ടി ഒരു 180 ഫ്ലാറ്റാണ് ഉപയോഗിക്കുന്നത്. നീളം മാർക്ക് ചെയ്തതിന് ശേഷം ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുത്ത് 2 സൈഡിൽ ടാക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് അവിടെ വെൽഡ് ചെയ്തതിന് ശേഷം കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യലാണ്. അതിനുശേഷം സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് മുകളിലത്തും അങ്ങനെ തന്നെ വെൽഡ് ചെയ്ത് ഈ കാണുന്ന പോലെ ഒറ്റ ബെൻഡിൽ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഫ്ലെക്സ് മാറിപ്പോകാനുള്ള ഒരു ഗ്രൈൻഡിങ് മാത്രം മതിയാവും. കൂടുതലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും കൂടുതലായിട്ട് സ്പാർക്കോ അല്ലെങ്കിൽ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ ഉപയോഗിച്ച് പൊക്കുന്ന സമയത്തൊന്ന് മുറിവ് വരാതിരിക്കാൻ വേണ്ടി ഈ അടിഭാഗത്ത് കാര്യമായിട്ട് തന്നെ ചെയ്യണം. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിനൊക്കെ കൊളുത്തി മുറിയാനുള്ള ചാൻസ് കൂടുതലാണ്. കാലിന് കൊളുത്തി മുറിവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗമൊക്കെ ചെറുതായിട്ട് ഉരുട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമായിട്ട് ലാഡറിനെ പറ്റി പറയാനുള്ളൂ. ലാഡറിനെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.